ഒരടിപൊളി കാഴ്ച വരും. അതിൻ്റെ കൂടെ ഒരു ഭൂതത്തെയും കണ്ടിട്ട് വരാം. നമ്മളീ പോകുന്നത് അഞ്ചരക്കണ്ടി മുരിങ്ങേരിയുള്ള പാലക്കീഴ് ഭഗവതി ക്ഷേത്രം നടക്കാവാണ്. പേര് പോലെ തന്നെ പാലയുടെ കീഴിലുള്ള ഒരു കാവാണ് ഇത്. കാവിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ഭീമാകാരനായ നക്ഷത്രമുണ്ട്. നല്ല അടിപൊളിയായ അലങ്കാരമുണ്ട്. അങ്ങനെ ഞാൻ കാവിലെത്തിയപ്പോൾ സ്വിച്ചിട്ട പോലെ കാഴ്ച വരുമെന്ന്. എന്നാൽ പിന്നെ കുറച്ച് സമയം കാഴ്ച കാണാമെന്ന് വിചാരിച്ചു. വിളക്കേന്തിയ പുരുഷകേസരിമാർ, ബാലികമാർ, മുത്തക്കട പഠിച്ച യുവതികൾ, അങ്ങനെ കുറേ സംഭവമുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ദീപാലങ്കൃതമായ മുത്തപ്പൻ, അതുപോലെ പോതി, അങ്ങനെ കുറച്ച് സംഭവമുണ്ട്. പിന്നെ ഒരു അടിപൊളി ടേബിൾ ഒന്നും പറയാനില്ല, സൂപ്പർ തന്നെ. നല്ല മുരുകനും ശിവനും പാർവതിയും ഗണപതിയും എല്ലാം ഉണ്ട്. പിന്നെ പൂക്കാവടി എന്ന് വെച്ചാൽ അന്നാ രസം എന്ന് പറയാം. നല്ല ലൈറ്റെല്ലാം വെച്ചിട്ട് ഇതിങ്ങനെ തിരിയുന്ന കാണുന്ന നല്ല രസമാണ്. പൂക്കാവടിയുള്ള കാഴ്ചക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. പൂക്കാവടിക്ക് പുറമെ വേറെയും കുറേ കലാരൂപങ്ങളും പരിപാടിയിലായിട്ടും നല്ല അടിപൊളി കാഴ്ചയായിരുന്നു. അതിൻ്റെ കൂടെ നല്ല അടിപൊളി ശിങ്കാരിമേളയുണ്ട്. ഒരുപാട് ആളുള്ള നല്ല അടിപൊളി ശിങ്കാരിമേള. അത്രയും തന്നെ ആളുമുണ്ട്, ഒരുപാട് ആളുണ്ട്. എനിക്ക് തോന്നുന്നു ഈ നാട്ടിലെ ദേശീയോത്സവം തോന്നി ഈ പാലക്കീഴ് ഭഗവതി ക്ഷേത്രം അഞ്ചരക്കണ്ടി. അന്നേരം നല്ല തീയെല്ലാം പാറ്റിയിട്ട് ഒരു അടിപൊളി DJ അതിൻ്റെ കൂടെ പോപ്പറും. പിന്നെ പറയാണ്ട വൈബോട് വൈബ്. ഒരു കോളേജ് വിട്ടത്ര പിള്ളേരുണ്ട്. ഈ DJ റോട്ടുമല വെച്ച് നന്നായി, ബൈലിൽ കാലുകുത്താൻ സ്ഥലമില്ല. അന്നേരമെല്ലാം ചെണ്ടയും മുട്ടിന് മറ്റൊരു ടീം. നോക്കുമ്പോൾ അത് മൊതക്കലശം വന്നു. മൊതക്കലശത്തിൻ്റെ കൂടെ തന്നെ തെയ്യത്തിൻ്റെ ഒരു തോറ്റം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉൾപ്പെടെയുള്ള ക്യാമറ കൈകൾ നോക്കുന്നത് ഭൂതത്തിൻ്റെ വരവിനെ. അതൊരൊന്നൊന്നര വരവാണ്. ഇവിടുത്തെ ഭൂതത്തിൻ്റെ കോലധാര എൻ്റെ അപ്പുറം പണ്ട് പഠിച്ച അഖിലാണ്. ഭൂതം കിഞ്ഞിട്ട് ഞാൻ സത്യത്തിൽ ഒന്നും കണ്ടിട്ടില്ല. അമ്മാതിരി തിരക്കാണ്. ഈ വളണ്ടിയേഴ്സിനെ സമ്മതിക്കണം. തെയ്യം തന്നെ കുറേ ആളെല്ലാം പിടിച്ചുന്തി. എന്തിനേറെ മുട്ടിക്കൊണ്ടിരിക്കുന്ന ചെണ്ടക്കാരനെ വരെ തെയ്യങ്ങ് തട്ടിയിട്ട്. കാരണം തെയ്യത്തിന് സുള്ളാൻ സ്ഥലമില്ല, അത്രയ്ക്കും ആളാണ്. തെയ്യത്തിന് നാട്ടുകാരെ അവിടെ കൂടിയ ആൾക്കാരെല്ലാം ത്രസിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് നല്ല മേളക്കാർ. ചെണ്ടക്കാർ ഒന്നും പറയാനില്ല, ഒന്നൊന്നര മുട്ടേന്. അവസാനം വരെ കലാശക്കൊട്ടും കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്ക്.